കൊച്ചിയിലെ വൈറ്റ് കോളർ ഡ്രഗ് പാർട്ടിയിലെ പ്രതി കെവിൻ ഒരു വർഷത്തിനിടയിൽ 25 ലക്ഷത്തിന്റെ ലഹരി ഇടപാട് നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിശദമായ ചോദ്യം ചെയ്യലിനായി കെവിനെ ഇന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. പ്രതിയെ 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു തൃക്കാക്കര പോലീസിന്റെ ആവശ്യം. സഹിൻ ആന്റണി വിവരങ്ങളുമായിട്ടുണ്ട്. സഹിൻ, ഇയാൾ ഈ ലഹരി വിൽപ്പനയുടെ കണ്ണികളിൽ ഏറ്റവും പ്രധാനിയാണ് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, ഇയാളുടെ ഒരു ഹിസ്റ്ററിയും അങ്ങനെ തന്നെയാണ്. അപ്പം നിലവിലെ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെ? തീർച്ചയായിട്ടും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നതർക്കിടയിൽ നടക്കുന്ന ഡ്രഗ് പാർട്ടികളിൽ പ്രധാന പങ്ക് വഹിച്ചെടുത്ത ഒരാളാണ് കെവിൻ എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു വർഷം ഇയാൾ 25 ലക്ഷം രൂപയുടെ ഡ്രഗ് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതായത് 25 ലക്ഷം രൂപയുടെ ഡ്രഗ് ഇയാൾ വിപണിയിൽ വിറ്റിട്ടുണ്ടെങ്കിൽ അതിന് ഇയാൾ വാങ്ങിയിരിക്കുന്ന വില എന്ന് പറയുന്നത് 1 കോടിയോ 2 കോടിയോ അടുത്ത് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തലാണ് അന്വേഷണ സംഘം എത്തിച്ചേർത്തിരിക്കുന്നത്. മാത്രമല്ല, ഇയാൾ കഴിഞ്ഞ 3 വർഷമായി കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഉന്നതരുടെ ലഹരി പാർട്ടികളിൽ അതിൻ്റെ ഒരു കിങ് പിൻ ഇയാൾ തന്നെയാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തീരുമാനിച്ചതും. ഇന്ന് ഇയാളെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. 3 ദിവസത്തേക്കായിരിക്കും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുക. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾക്കറിയാം, കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പിടിയിലായ ലഹരിമരുന്നുമായി പിടിയിലായ ഡോക്ടർമാരും ഒപ്പം തന്നെ ഈവന്റ് മാനേജറും അടക്കമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് കെവിൻ പിടിയിലാകുന്നത്. അവർ അന്ന് ഉപയോഗിച്ച കൊക്കൈനും ഒപ്പം തന്നെ മെത്താഫെറ്റമിനും കൂടാതെ എക്സ്റ്റസി പില്ലുമെല്ലാം അത് വിതരണം ചെയ്തിരുന്നത് കെവിനാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കെവിനെ പരിശോധിക്കുമ്പോൾ ഇയാളിൽ നിന്ന് പിടിച്ചെടുക്കുന്നതും വലിയ അളവിൽ എക്സ്റ്റസി പില്ലും MDMAയും എല്ലാം ആയിരുന്നു. എന്തായാലും ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുൻപ് പിടിയിലായിട്ടുള്ള ഈവന്റ് മാനേജർ ഷോൺ അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണം സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുടെയൊക്കെ വിദേശയാത്ര സംബന്ധിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ ലഹരി കച്ചവടം നടത്തിയിരുന്നതായി തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. കെവിനും ഷോണുമെല്ലാം ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഓക്കെ സഹിൻ, ശരി.